ഇങ്ങോട്ട് പോവല്ലേ? പറഞ്ഞിട്ട് തിരിഞ്ഞൂടാ. ഒന്ന് അങ്ങോട്ട് പോടാ. വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട്. 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കെടുത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാ? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്കുക? കിഴക്ക് നോക്കി യന്ത്രം. കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല, അവിടെ ചെന്ന് ചോദിച്ച പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് തന്നെ കിഴക്കേടത്ത് ഇവന്മാർക്കൊക്കെ ഇത് തുറന്നു കിട്ടൂല. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ, ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കെടുത്തു. എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ? ഏത് കരണത്താ കിട്ടിയത്? അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. ഏതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തേഴുത്ത്, ഇത് കിഴക്കെടുത്ത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും മകളെ തിരിച്ചറിഞ്ഞൂടാത്തവന്മാരെ. എടാ, ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയോമാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. ചെവി തുറക്കാനും പറ്റുന്നില്ല. എടാ, വാക്കത്തെടുത്ത് വീശടാ. എടാ, വീശല്ല, ഇവന്റെ നേരെ വീശ്. പറയണ്ടടാ, കാറ്റുണ്ടോടാ. കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാനെന്ന് പറഞ്ഞത് ഇവനെ വെട്ടാനാണ്. തെളിച്ച് പറയണ്ടടാ. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എടാ, ഇത് പഞ്ചലോക വിഗ്രഹമാണ്. ഇവനെന്താ വാതിലടച്ചിട്ടിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ? മുത്തശ്ശൻ ക്രിസ്മസ് പപ്പായ പോലുണ്ട്. രണ്ട് അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. മോഷ്ടാക്കളോ? വരൂ, അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്. കണ്ടാൽ മാന്യന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പ് മോഷണം. അയ്യോ, ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് പിന്നെ ഈയമല്ല, പഞ്ചലോഹം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാ വില. വെക്കണവിടെ. രവി, ശബരി വിളിക്കണം. ഇവന്മാരെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസാ? വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. വേണ്ട, ചെറുപ്പക്കാരല്ലേ, ഈ 2 കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്. നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും. ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എങ്കിൽ ഇവന്മാരെ തല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാക്കട്ടെ. വിളിച്ചടിച്ച് നിരത്തടാ. നീ എന്താ കാണിക്കുന്ന? ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നോ? പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല, നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റടത്തിനും അറിയില്ല. അട്ടയ്ക്ക് ഇറങ്ങി വാടാ. വക്കീൽ സാറേ,
കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്നെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും. അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്തുകാരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്. നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. ഇപ്പൊ എടുത്തിട്ടോട്ടാ കിട്ടി. കിഴക്കെടുത്ത ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരേക്ക് വിളി. നിനക്ക് കൂടി പങ്കെടുത്തൂടെ? എടാ അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാൻ എങ്ങോട്ട്? പുത്തേഴത്തേക്ക്. എടാ നേരത്തെ അടിയുടെ ബാലൻസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്താൻ പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന്. വാടാ. എടാ ഞാൻ നേരത്തെ വന്ന് ഇടികൊണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം? കിഴക്കെടുത്തുകാരുടെ വിളച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങള് വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. പണി ചോദിച്ചപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊല ഇല്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടിയോ? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും. ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതെ. അല്ല ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ. പണി ഇപ്പോ ഏയ് വിടരുത് ഇവരെ. ഓടിക്കോ. വിടരുത് ഇവരെ. നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കുക? രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിഴക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ. അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ? നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. അയ്യോ എന്നെ ഉപേക്ഷിക്കരുതേ. തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ? ചുമ്മാ ഇരിയേട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല. എന്തുകൂടാ അത്? വല്ലവൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മദ്യപിക്കുവോ? കൊള്ള 2 ഗ്ലാസ് അച്ചാർ കൂടെ. കൊള്ളും കൊള്ളും. മദ്യം ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ? അത് പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കും. മിടുക്കന്മാർ. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യപാനികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം എടുത്തോ. വെള്ളം ഇവിടെ ഉണ്ട്. കുടിക്ക്. നല്ല രുചി. എന്താ ഇത്? ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പടിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും വേണ്ടാത്തത്? ഞാൻ മാധവനല്ല, കുമാരനാ. എന്നാ മാധവനോട് പറയാം. പറയരുത്. പറയും. പറയരുത്.